Example 5. If y equal to cos of m into sin inverse x, prove that 1 minus x square into y n plus 2 minus of 2n plus 1 into x y n plus 1 plus m square minus n square into yn equal to 0. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം കണ്ടല്ലോ. ഗിവൺ ഇക്വേഷൻ എടുത്തെഴുതാം. ഗിവൺ y is equal to cos of m into sin inverse x. Differentiating both sides with respect to x, we get dy by dx equal to, രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. dy by dx is equal to കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് എം ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. കോസിൻ്റെത് മൈനസ് സൈൻ. ഇപ്പോൾ ചെയിൻ റൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോസിൻ്റെ ആദ്യം എഴുതുക, കോസിൻ്റെ മൈനസ് സൈൻ ഓഫ് ബ്രാക്കറ്റിലുള്ള അതുപോലെ എം ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു, ഇനി എം ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എം ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ 1/√(1 - x²) ആണ്. അതെഴുതി. ഇനി മൊത്തത്തിൽ നമുക്ക് √(1 - x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ √(1 - x² ഇൻറ്റു dy by dx is equal to എം ആദ്യമേ ഇങ്ങ് കൊണ്ടുവരുന്നു മൈനസ് എം ഇൻറ്റു സൈൻ ഓഫ് എം ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് എഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, വി ഗെറ്റ്, രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടാൻ പോകുന്നത് √(1 - x² ഇൻറ്റു dy by dxൻ്റെത് d² y by dx² പ്ലസ്, ഇനി √(1 - x²ൻ്റെത് എന്താണ്? -2x ഡിവൈഡഡ് ബൈ, അതെങ്ങനെ -2x വരിക? √(x)ൻ്റെ 1/2√x ആണ്. അപ്പോൾ √(1 - 2x²ൻ്റെത് ചെയിൻ റൂൾ വെച്ചിട്ട് ആദ്യം 1/2√(1 - x² ഇൻറ്റു, ഇനി 1 - x²ൻ്റെത് എന്താണ്? -2x ആണ്. അപ്പോൾ രണ്ടുകൂടെ ചേരുമ്പോൾ -2x ഡിവൈഡ് ബൈ 2 ഇൻറ്റു √(1 - x² ഇൻറ്റു dy by dx ഈക്വൽ ടു മൈനസ് എം. വീണ്ടും ഇവിടെ നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. പ്രോഡക്റ്റ് റൂൾ വേണ്ട, ചെയിൻ റൂൾ മതി. അപ്പോൾ മൈനസ് എം കോൺസ്റ്റൻ്റ് ആണ്, മൈനസ് എം ഇൻറ്റു സൈൻ്റെത് എന്താണ്? കോസ് ഓഫ് എം ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു വീണ്ടും എം ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെത് എം ഇൻറ്റു 1/√(1 - x². മൊത്തത്തിൽ √(1 - x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടുന്നത് 1 - x² ഇൻറ്റു d² by dx² മൈനസ് എക്സ് അവിടെ ഉണ്ട് തൊട്ട് മേളിൽ, പക്ഷേ അത് എഴുതിയിട്ടില്ല. -1/√(1 - x² എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഒരു -x/√(1 - x² എന്നാണ് വരേണ്ടത്. അപ്പോൾ അവിടെ ആ റിമെയിൻ ചെയ്യുന്ന ആ ഒരു എക്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. -x ഇൻറ്റു dy by dx ഈക്വൽ ടു -m² ഇൻറ്റു കോസ് ഓഫ് എം ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇനി 1 - x² ഇൻറ്റു d² by dx² എന്ന് പറഞ്ഞാൽ y2 മൈനസ് എക്സ് ഇൻറ്റു dy by dx y1 ആണ്, ഈക്വൽ ടു -m² ഇൻറ്റു കോസ് ഓഫ് എം ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് y ആണ്. ഓർ 1 - x² ഇൻറ്റു y2 മൈനസ് എക്സ് ഇൻറ്റു y1, റൈറ്റ് സൈഡിലുള്ളത് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ പ്ലസ് m² y ഈക്വൽ ടു 0. ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ ലെബനിസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോ ടേമിനും അപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യത്തിന് അപ്ലൈ ചെയ്യുമ്പോൾ d⁻n of 1 - x² ഇൻറ്റു y2 ഈക്വൽ ടു d⁻n of y2നെ ആദ്യം എഴുതി, കാരണം ഈ എക്സിൻ്റെ പവർ വരുന്നത് രണ്ടാമത് എഴുതുമ്പോൾ ഉള്ള ബെനിഫിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഓരോരോ പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് എക്സിൻ്റെ പവർ കുറഞ്ഞ് അവസാനം കോൺസ്റ്റൻ്റ് ആകും. കോൺസ്റ്റൻ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 വരും, പിന്നെ ടേംസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസറിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ d⁻n of y2 ഇൻറ്റു 1 - x² ഈക്വൽ ടു d⁻n of y2 ഇൻറ്റു 1 - x² പ്ലസ് NC1 അവിടെ വരേണ്ടതാണ്. NC1 ഇൻറ്റു d⁻n - 1 of y2 ഇൻറ്റു d of 1 - x² പ്ലസ് NC2 അവിടെ വരണം, എഴുതണം d⁻n - 2 ഇൻറ്റു y2 d⁻n - 2 of y2 ഇൻറ്റു d² of 1 - x² ഈക്വൽ ടു d⁻n of y2 എന്താണ്? yn plus 2 ഇൻറ്റു 1 - x² പ്ലസ് NC1 ഇൻറ്റു yn plus 1 ഇൻറ്റു -2x പ്ലസ് NC2 ഇൻറ്റു yn ഇൻറ്റു -2 ഈക്വൽ ടു 1 - x² ഇൻറ്റു yn plus 2 മൈനസ് 2 NC1 എന്ന് പറഞ്ഞാൽ n ആണല്ലോ, അപ്പോൾ -2n x ഇൻറ്റു yn plus 1 മൈനസ്
n into n minus 1 divided by 2 ഉണ്ടല്ലോ. അപ്പോൾ ആ 2ഉം മേലത്തെ സ്റ്റെപ്പിലെ -2 കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ മൈനസേ ഉള്ളൂ. മൈനസ് ഓഫ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു yn. അപ്ലൈയിങ് ലെബനിസ് തിയറം ടു ദ ഫംഗ്ഷൻ x ഇൻറ്റു y1. ഇനി അടുത്ത ടേമിന് കൊടുക്കുകയാണ് x ഇൻറ്റു y1. d റെസ്റ്റ് ടു n ഓഫ് x ഇൻറ്റു y1 ഈക്വൽ ടു d റെസ്റ്റ് ടു n ഓഫ് y1 ഇൻറ്റു x ഈക്വൽ ടു d റെസ്റ്റ് ടു n ഓഫ് y1 ഇൻറ്റു x പ്ലസ് nc1 ഇൻറ്റു d റെസ്റ്റ് ടു n മൈനസ് 1 ഓഫ് y1 ഇൻറ്റു d ഓഫ് x ഈക്വൽ ടു yn പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് nc1. അത് ഈ d വരുന്നിടത്തൊന്നും അവർ nc അതിൻ്റെ എടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ എഴുതുമ്പോൾ അത് തിരുത്തി എഴുതണേ. nc1 എന്താണ് n ഇൻറ്റു y d റെസ്റ്റ് ടു n മൈനസ് 1 ഓഫ് y1 എന്ന് പറഞ്ഞാൽ yn ആണ്. yn d ഓഫ് എക്സ് 1 ആണ്. ഹെൻസ് അപ്ലൈ ലെബനിസ് തിയറം ടു ഇക്വേഷൻ 2. ഇനി ഇത് ലെബനിസ് തിയറം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ രണ്ടെണ്ണം, ആദ്യത്തെ രണ്ടെണ്ണത്തെ നമ്മൾ പ്രത്യേകിച്ച് എഴുതിയല്ലോ, അത് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരുമിച്ച് എഴുതുക. മൈനസ് y1 ഇപ്പോൾ കിട്ടിയതും ഏറ്റവും ലാസ്റ്റ് പ്ലസ് m² yn ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു yn പ്ലസ് 2 മൈനസ് ഓഫ്, അതായത് എക്സ് yn പ്ലസ് 1 കോമൺ എടുക്കുന്നു. അപ്പോൾ 2n പ്ലസ് 1 ഇൻറ്റു എക്സ് yn പ്ലസ് 1 പ്ലസ് m² മൈനസ് n² ഓഫ് yn ഈക്വൽ ടു 0. ഓക്കെ.